അങ്ങയുടെ കൺവെട്ടത്ത് പോലും വരാതെ ജീവിച്ചവർ സ്വന്തമെന്ന് പറയാൻ ഈ കിളവൻ മാത്രമേ ഉള്ളൂ. മരണം വരെ ഇയാളുടെ പേരെന്റെ മകൾ പറഞ്ഞിട്ടില്ല. ദയവായി ഉച്ചരിച്ചു. അത് പക്ഷേ ഒരു സഹോദരനെയാണ് വിളിച്ചത്. എനിക്ക് കൂടാ മനസ്സിലായി. ഇങ്ങനെയാണ് സാറ് ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് നിന്റെ മുന്നിൽ രാജുക്കത്തിന്റെ ഗുരുദക്ഷിണയിൽ നിന്ന് കടന്നു കളഞ്ഞ എന്റെ ശിഷ്യനോടുള്ള പഴയ കണക്ക്, എന്റെ കൃഷ്ണനാടിയുടെ ഉയിരിന്റെ കണക്ക്, അത് ഞാൻ കിട്ടി. ഉയിരിന്റെ കടം ഉയിരോട്ട് എത്തി. ആണാണെങ്കിൽ എടുക്കരുത്, ആങ്ങളെ എടുക്കരുത്, പെങ്ങളും എടുക്കരുത്. ആ എന്താണ് മിസ്സിസ് ശാലിനി പൗത്രൻ ഒറ്റയ്ക്ക് നിന്നൊരു സംസാരം? വന്നല്ലോ ആശാന്റെ പ്രിയ ശിഷ്യൻ നന്ദുക്കിളി. എന്താ ആങ്ങളെയും പെങ്ങളും പോയപ്പോ ഈ കിളിയെ കൂടെ കൂട്ടിയില്ലേ? അയ്യോ എന്റെ പൊന്നു ചേച്ചിയമ്മ, അവര് ഉത്സവം കാണാൻ പോയതല്ല, കല്യാണിക്ക് ബാങ്കിൽ ജോലിക്കുള്ള ഒരു ഇന്റർവ്യൂവിന് പോയതല്ലേ. ദൂരെയുള്ള പട്ടണത്തിൽ വെച്ചായതുകൊണ്ടല്ലേ ഇന്നലെ പോയത്. ഒക്കെ കഴിഞ്ഞ് അത്രയും ദൂരം ലോറി ഓടിച്ചിങ് വരണ്ട എന്റെ ചേച്ചിയമ്മ, അതാ വൈകുന്നേ. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ എന്തിനാടാ ലോറി കൊണ്ടുപോകുന്നത്? അല്ല, ഈ നാട്ടിലെ ബസ് സർവീസ് ഒക്കെ നിർത്തലാക്കിയോ? അതാണ് ചേച്ചിയമ്മ എന്റെ പൗത്രേട്ടൻ. അവിടെ വരെ ലോറി ഓടിച്ചു പോവാനേ എന്റെ ആശാന് വട്ടൊന്നുമില്ല. ദേ അവിടുത്തെ ടൗണിലേക്കുള്ള ഒരു ലോഡുമായിട്ടാ ലോറി പോയിരിക്കുന്നത്. കൂട്ടത്തിൽ കല്യാണിയെ കൊണ്ടുപോയെന്നേ ഉള്ളൂ. ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെയാ ഒരു ചെലവുമില്ലാതെ വെറുതെ ഇരുന്ന് കുറ്റപ്പെടുത്തുന്നത്. കുറ്റപ്പെടുത്തിയതല്ലടാ, വരം വൈകുന്തോറും ഈ ചേച്ചിയമ്മയ്ക്ക് ഉള്ളിലൊരു പെടച്ചില്ല. നിനക്കറിയോ, ഒന്നും ആഗ്രഹിക്കാനില്ലാതിരുന്ന എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു ജീവിതം തന്ന ആളാ എൻ്റെ പവിയേട്ടൻ. നീ ആ വീട് കണ്ടോ? പണി തീർന്നിട്ടില്ലെങ്കിലും ആ സ്വർഗം ഞങ്ങളുടെ സ്വപ്നമോടാ. സ്നേഹം കൊണ്ടൊരു മേൽക്കൂര കെട്ടി സഹനം കൊണ്ട് അലങ്കരിച്ച ആ വീട്ടില് ഒരു രാത്രിയെങ്കിലും ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ഒന്നുറങ്ങണം. ജോലി കഴിഞ്ഞെത്തുന്ന എൻ്റെ പവിയേട്ടനായി ആ ഉമ്മറപ്പടിയിൽ എനിക്ക് കാത്തിരിക്കണം. ഒക്കെ നടക്കും ചേച്ചിയമ്മേ. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മുടെ പവിത്രേട്ടൻ ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്. ചേച്ചിയമ്മ ഇതുകൊണ്ട് അകത്ത് വെച്ചേ നല്ല ഒന്നാം തരം പുഴമീനാ. ഇവിടെ മീനും വേണ്ട, മീൻ ചട്ടിയും വേണ്ട, ഇതൊക്കെ വെച്ചുണ്ടാക്കിട്ട് എന്തിനാ? എനിക്ക് നിനക്ക് മിണുങ്ങാനാ? അതെ, ചേച്ചിയമ്മയ്ക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ കറി വെച്ചോളാം. എന്റെ അടുക്കളേക്കറിയാ കാല് പറ്റി ഞാൻ അവന്റെ ഒരു പിഴമീനെ. ദേഷ്യപ്പെടുമ്പോ എന്റെ ചേച്ചിയമ്മയുടെ മുഖം ചെമ്പരത്തി പൂ പോലെ ചുമക്കും. ചേച്ചിയമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാണാൻ പവിത്രേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്നാ പറയുന്നേ. പവിത്രേട്ടന് ചേച്ചിയമ്മ ഇങ്ങനെ കാണുമ്പോ പ്രത്യേക ഒരു ലവ് തോന്നുമെന്ന്. നീ അതിങ്ങ് തന്നെ. ഇതെന്താ ചെയ്യണ്ടേ? കറി വെക്കണോ വറുക്കണോ? കുടംപുളിയിട്ട് വെച്ച മീനാ പവിയേട്ടന് ഇഷ്ടം. അതാവുമ്പോഴേ വയറ് നിറച്ച് കഴിക്കും. പവിത്രേട്ടന് ഇതിൽ ഒരു കഷ്ണം മീൻ കൊടുത്തു പോരുത്. എന്റെ ചേച്ചിയമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് പുഴമീൻ കറി വെച്ച് ചോറ് വെച്ച് കൊടുക്കാൻ അത് വേണ്ട. നിർത്തടാ, എന്നിട്ടത് പിടിക്കേ. നീ എവിടെയെന്ന് വെച്ചാ കൊണ്ടുപോയി കൊടുക്കച്ചല്ലേ. ഇതാണ് ശാലിനി പൗത്രൻ. ഭർത്താവിനോടുള്ള സ്നേഹം ഒരു കടലായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഭാര്യ. ഭർത്താവിന്റെ സഹോദരിയെ ഒരു നാത്തൂനായി കാണാതെ സ്വന്തം മകളെ പോലെ കാണുന്ന അമ്മ. പിന്നെ ഉറ്റവരും ഉടയവരും ഇല്ലാത്ത ഈ നന്ദുവിന്റെ ചേച്ചിയും അമ്മയും. എന്റെ ചേച്ചിയമ്മ, എന്റെ പവിത്രേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട അടുക്കള പക്ഷി. നല്ല മനസ്സിലുള്ളവരെയാണല്ലോ നീ കൂടുതൽ പരീക്ഷിക്കുന്നത്. ഒരു വലിയ കഷ്ടപ്പാട് എത്തി വെച്ചപ്പോ മറുഭാഗത്ത് കല്യാണിയുടെ ജോലിയുടെ രൂപത്തിൽ നീ ഒരു അത്താണി ഒരുക്കി വെച്ചു. അതിന് നിന്നെ സ്തുതിച്ചേ മതിയാവും. ശരിയാ, എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താം. ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക്
ഒരു പരിധിവരെ കാരണക്കാരൻ ഞാൻ തന്നെ. വേട്ടക്കാരൻ അറിയില്ലല്ലോ താൻ എഴുതി വീഴ്ത്തുന്ന ഓരോ കിളിയും കാത്ത് ഒരു കൂട്ടിൽ തന്റെ ഇണക്കിളിയും കുഞ്ഞുങ്ങളും ഇരിപ്പുണ്ടെന്ന്. വസ്ത്രം മാറുന്ന പോലെ മാറ്റാൻ കഴിയുന്ന ഒന്നല്ലടോ സ്വഭാവം. സ്വഭാവം മാറിക്കഴിഞ്ഞാൽ പിന്നെ എത്ര അടിച്ചു നനച്ച് കുളിച്ചാലും ആ നാറ്റം നാറ്റമായി തന്നെ നിലനിൽക്കും. ഏടത്തിയമ്മേ, കൂടുതൽ ഉപചാരങ്ങളൊന്നും വേണ്ട, സഹായഹസ്തങ്ങൾ സ്വീകരിക്കുകയും വേണ്ട. സഹായധനം പിന്നീട് കടത്തിന്റെ കണക്ക് പട്ടിയിലാക്കി പെരുകി പ്രളയമാകുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഈ കൊച്ചു വീടിന്റെ മേൽക്കൂരയ്ക്ക് അങ്ങ് ആകാശത്തോളം പൊക്കമില്ല. വർക്ക് ചെയ്ത് ആദ്യം പവിയേട്ടന്റെ സ്നേഹം പിടിച്ചു വാങ്ങി. ഇവന്റെ കുടുംബത്തെ മുച്ചൂട് മുടിപ്പിക്കാൻ അന്ന് തുടങ്ങിയ മുന്നൊരുക്കമാ ഈ ശിവഭദ്രന്റേത്. എന്താ കല്യാണി മോള് വീണ്ടും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാക്കിയോ? വരണം സുധാകരണ്ണ, മേരി ചേച്ചിയും കൂടി കൂട്ടാമായിരുന്നില്ലേ? കാണികൾ കൂടുമ്പോഴല്ലേ ക്ലൈമാക്സിന് ഒരു സുഖമുണ്ടാവും. ഇതെന്റെ തന്നയാ കേട്ടോ. എത്ര കാതം ദൂരേക്ക് ഓടി വിളിച്ചാലും വീടില്ലടോ തന്നെ ഞാൻ. സംഭവിച്ചത് മുഴുവൻ പറഞ്ഞ് തീർക്കട്ടടാ തന്റെ. ഏട്ടത്തിയമ്മേ, പവിയേട്ടന്റെ അമ്മ വീണതല്ല, ഞാൻ വീഴ്ത്തിയതാ. പുരപണിയാൻ വച്ചിരുന്ന ഒരു യമണ്ടൻ കല്ലറൊണ്ണം എടുത്ത് ആ തലയിലേക്ക് ഇവരെ ഇവിടെ വരുത്താനുള്ള എന്റെ വിദ്യയായിരുന്നു. ഭാര്യ മരിച്ചാലെങ്കിലും സർവശ്രീ മാധവൻ അനുശോചനം അറിയിക്കാൻ വരുമെന്ന് കരുതി. ഇവൻ ആരാ മോൻ? ഒരു ഭാര്യ മരിച്ചാൽ മറ്റൊരുത്തി, കാമാക്ഷി പോയാൽ മീനാക്ഷി, അല്ലയുടെ പല തന്തയ്ക്കുണ്ടായ എന്റെ തന്ത. പിന്നീട് പവിത്രനെ കടക്കടയിലാക്കാൻ പുരപണിയാൻ വച്ചിരുന്ന കാശെല്ലാം എടുത്ത് ആശുപത്രിയിൽ ചെലവാക്കാൻ പറഞ്ഞത് ഞാനാ. ലോറി അത് CC-കാർക്ക് കൊണ്ടുപോയി കൊടുത്തതും ഈ ശിവഭദ്രൻ തന്നെയാ. കഥയുണ്ടാക്കാൻ ഇയാളുടെ മുമ്പിൽ വെച്ച് അവരെന്നെ കുറെ തല്ലി. ദൈവം എന്റെ കൂടാടോ. അതിന്റെ തെളിവാ ഗൾഫിൽ വെച്ചുള്ള പവിത്രന്റെ മരണവും പിന്നെ കല്യാണിക്കുണ്ടായ ആക്സിഡന്റും. അപ്പൊ തന്റെ മോൻ 4 ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നു പെങ്ങളെ ചികിത്സിക്കാൻ. അന്ന് ഞാൻ അടിച്ചു മാറ്റിയ ആ കാശ് കൊണ്ടാടോ മാധവ തന്റെ മോന്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സ്വന്തം മോൻ മരിച്ചാലെങ്കിലും ചവൻ കാണാൻ താൻ വരുമെന്ന് കരുതിയ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മന്ത്രിമാരെ കൊണ്ടങ്ങ് സാധിച്ചെടുത്തത്. എന്റെ പെങ്ങളെ പിഴപ്പിച്ചതുപോലെ കല്യാണിയെ മറ്റൊരുത്തിനെ കൊണ്ട് പിഴപ്പിച്ചത് ഈ ഞാൻ തന്നെയാ. ആളെ സുധാകരൻ അറിയാം. അന്നൊരുത്തൻ ഇവിടെ കയറി വന്നല്ലേ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരൻ. അവൻ പോലീസിനെ കണ്ട് ഓടി കയറിയൊന്നുമല്ല, എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവളെ അവന്റെ മുറിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോ സത്യം ഒട്ടും മനസ്താപം തോന്നിയില്ല എനിക്ക്. അനുഭവിച്ചു തീർത്ത ദുരന്തങ്ങൾക്കൊടുവിൽ ദൈവം കേട്ട എന്റെ പ്രാർത്ഥനയുടെ ഫലമാ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ ആനന്ദം. നിന്നെ പോലുള്ള ദുഷ്ടന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് ദൈവമെങ്കിൽ ആ ദൈവത്തെ മേലിൽ ഞാൻ തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കുതിക്കാറുണ്ട്. എന്തിനാ മൂസാക്ക നിങ്ങൾ ആ പാട്ട് നിർത്തിയത്? അത് കേൾക്കുമ്പോ ഒരു നൊസ്റ്റാൾജിക് മൂഡായിരുന്നു. പിന്നെ മനുഷ്യനിവിടെ തീയും മെതിക്കുമ്പോഴാ അവന്റെ ഒരു സിനിമാ പാട്ട്. മരുഭൂമിയിലെ ഈ പൊള്ളുന്ന ചൂടിക്കിടന്ന് കഷ്ടപ്പെടുന്ന നമുക്ക് വീണ് കിട്ടുന്ന ഇതുപോലുള്ള രാത്രികളാ. വസ്ത്രവും കഴുകി ആഹാരവും പാചകം ചെയ്ത് നാട്ടിലെ പച്ചപ്പിലേക്ക് മനസ്സുകൊണ്ട് നൂളിയിടുന്നേ ഇത്തരം പാട്ട് കേൾക്കുമ്പോഴാ. അതെങ്ങനെയാ 24 മണിക്കൂറും ബീബിയോട് സൊള്ളാനല്ലേ നിങ്ങൾക്ക് നേരമുള്ളൂ. ആയിക്കോ നമ്മൾ തടസ്സം നിൽക്കുന്നില്ലേ? പോടാ ശൈത്താനെ, നല്ല പ്രായത്തിൽ നാട്ടിൽ നിന്നപ്പോ നമ്മൾ കൊറേ സൊള്ളിയതാ. അതുകൊണ്ട് ആ പൂതിയൊക്കെ അങ്ങോട്ട് തീർന്നേക്കണ്. ഹലോ മൂസാക്ക, നിങ്ങള് തന്നല്ലേ? വേറെ ആരാണ്ടി മുത്തേ ഈ പ്രായത്തിൽ എന്നെ വിളിക്കാൻ? എന്റെ മൂസാക്ക, എനിക്കിവിടെ കഴിയാൻ ഒക്കൂല.
സൈനബാന്റെ കെട്ടിയോൻ മുറുകുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. മക്കളാണെങ്കിലും നോക്കുന്നതിന് ഒരു പരിധിയില്ലേ? വിഷമിക്കാതെ, ഒരാണ്ടരി ഉണ്ടായിരുന്നേ, അന്നെ ഇങ്ങനെ കെട്ടിച്ചു വിട്ട പെൺകുട്ടിയോടെ ഉമ്മറം നിരങ്ങാൻ വിടുവോ പാത്തു? എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ ഇന്ന് തന്നെ സുബൈദാന്റെ അടുത്തേക്ക് പൊക്കോളാം. നിങ്ങൾ എന്താ പറയാ മനുഷ്യനെ? മൂസാക്കാന്റെ ബീവി ഇന്നും സങ്കടപ്പെടുത്തിയെന്ന് തോന്നുന്നല്ലോ. ഓളുടെ കാര്യം പറയാണ്ടിരിക്കാ ഭേദം പവിത്ര. വലിയ അഭിമാനിയാ, ഇപ്പോഴും ചെറുപ്പാന്ന വിചാരം. 10 അടി തികച്ച് നടക്കാൻ കഴിയൂല, എന്നാലും ഒരിടത്ത് അടങ്ങിയിരിക്കൂല. അല്ല, മൂസാക്ക ഇപ്പൊ ഗൾഫിൽ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട 32 വർഷം. പെൺകുട്ടികൾ 8 എണ്ണമാ മോനെ. എല്ലാറ്റിനെയും കെട്ടിച്ചു വിട്ട് അതിന്റെ എല്ലാം പേര് നടത്തി കൊടുത്ത്. അതൊക്കെ ഓർക്കുമ്പോ ഒരു സമാധാനമുണ്ട്. നാട്ടുക്ക് പോട്ട് കുറച്ചായിരിക്കണ്. ഒരു തവണ നാട്ടുക്ക് പോട്ട് പറഞ്ഞ വിമാനക്കൊല്ലി ഉണ്ടേ, ആവും കൂടി അങ്ങോട്ട് അയച്ചു കൊടുത്താ അത്രയും ബാധ്യത തീരല്ല. പക്ഷെങ്കിലും വയ്യത്തവണ മുമ്പ് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ നമ്മുടെ ബീബി ഫോണിൽ കൂടെ ചോദിക്കുമ്പോ ചങ്കു പിടയ്ക്കും കേട്ട. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവിടെ വന്നിട്ടിപ്പോ ഞാനിപ്പോ വന്നിട്ട് ഏകദേശം ഒരു വർഷം ആവാറായി. പക്ഷേ എനിക്കിപ്പോ ഒരു യുഗം പോലെയാ തോന്നുന്നു. ഇന്നും ഓവർ ടൈം ആയിരുന്നല്ലേ? ഒരു ദിവസമെങ്കിലും എനക്കൊന്ന് ലീവാക്കി കൂടെ പവിത്ര? പറ്റില്ലക്ക, ബാധ്യത അത്രത്തോളം ഉണ്ട്. സത്യം പറഞ്ഞാലേ എന്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സിപ്പോഴും നാട്ടിൽ തന്നെ. അല്ല, തന്നെയുമല്ല വെറുതെ ഇവിടെ കുത്തിയിരുന്നേ ഈ സങ്കടങ്ങളും ബാധ്യതകളും പറഞ്ഞു തീർക്കാന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ല, നമ്മുടെ നീ എന്തായി? അത് കറക്റ്റ്. തൽക്കാലം രണ്ടാളും ഇത് പിടിക്കും. എന്തുകൂടാ ഇത്? മിൽക്ക് ഷേക്ക്, ഈ സൺയോഗ സ്പെഷ്യൽ. കൊള്ളാലോ. ബീബിയോട് വഴക്കൂടി ക്ഷീണിച്ചിക്കല്ലേ, ക്ഷീണമായിട്ട് കുടി. ഓട്ടം ചെയ്ത് ക്ഷീണിച്ചൊന്നല്ലേ അളിയന് കുടിയില്ല. എല്ലാം ശരിയാവൂല. പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിനാണ് പ്രവാസി. ബീബി എന്തു പറഞ്ഞിക്ക? 8 കുട്ടികളെ തന്തയാണ്. അതാണ് നിങ്ങളെ കണ്ട പറയില്ല കേട്ടോ. ഓടാ അവിടുന്ന്. പിള്ളേരെ പടച്ചോൻ തരുന്നതാ. പിന്നെ പടച്ചോൻ അതല്ലേ പണി. ഒരു ജോലിയും കൂലിയില്ല വീട്ടിൽ കുത്തിയത് കുരുത്തക്കേടാണെങ്കിൽ ആലോചിക്കണമായിരുന്നു. പടച്ചോൻ 8ന്റെ പണി പിള്ളേർ രൂപത്തിൽ തരുമെന്ന്. നിനക്ക് മടുത്തു തുടങ്ങിയല്ലേ പവിത്ര? നമ്മുടെ സങ്കടങ്ങളൊക്കെ അറിയാനാ. വീട്ടുകാർക്ക് പൊങ്ങച്ചം പറയാനും നാട്ടുകാർക്ക് അസൂയപ്പെടാനും ഭാര്യയ്ക്ക് ഓർത്ത് നെടുവപ്പെടാനും. അതാണ് നമ്മൾ പ്രവാസികൾ. നീ വീട്ടിലേക്ക് വിളിച്ചില്ലേ? വിളിച്ചടാ. അടുത്ത തവണ കുറച്ച് പൈസ കൂടുതൽ അയക്കണമെന്നാ ഭാര്യയുടെ ആവശ്യം. എൻ്റെ പെങ്ങളിലൂടെ കല്യാണി, അവൾക്കിപ്പോൾ നല്ല കുറവുണ്ടത്രേ. ഇക്കുറി ഡോക്ടറെ കണ്ടപ്പോഴേ കുറെ പുതിയ മരുന്നുകൾ കുറിച്ച് കൊടുത്തു. മരുന്നിനൊക്കെ ഇപ്പം എന്താണാ വില? അതൊക്കെ വാങ്ങാനായിരിക്കും. അല്ല പൗത്ര, ശമ്പള ദിവസം എന്നെ കാണാൻ അന്റെ നാട്ടുകാരനൊരുത്തും കൃത്യമായിട്ട് വരാറുണ്ടല്ല. ആരാണ്ടപ്പ അത്? അല്ല, അത് ആന്റണി. എന്നെ വിളിപ്പിച്ചത് അയാളാ. നല്ലൊരു സംഖ്യ അയാൾക്ക് ഞാൻ ബാധ്യതക്കാരനാ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ അറിയിക്കാൻ പറ്റൂ. എന്നാലും വിളിക്കണം മോനെ. അത് പുരയിലുള്ളവർക്ക് വലിയ സമാധാനം കൊടുക്കും. ഇപ്പോഴാണെങ്കിൽ കണ്ടു വിളിക്കണ ഫോണൊക്കെ ഇല്ലേ? നമ്മുടെ കാലത്ത് ഓടിയില്ലായിരുന്നു. എഴുത്ത് തന്നെ ശരണം. ഭക്ഷണം വാങ്ങിക്കാൻ കൂടി കായില്ലായിരുന്ന കാലം ഉണ്ടായിരുന്നു ഈ മൂസാക്കയ്ക്ക്. എന്നാലും എഴുത്ത് വിളി നമ്മളെ മുടക്കാറില്ല. അത് ശരിയാണ്. ഒരേ കാശില്ലാതെ കൊടുമ്പിരി കൊണ്ടുവരുന്ന കാലം. നമ്മളെ മൂസാക്ക നാട്ടിലേക്ക് ഒരു എഴുത്ത് വിട്ടു. എന്റെ പാത്തുമ്പ കൽബിൻ നിലാവേ, ഉനക്കൈക്ക ഇത്തവണ ഇമ്മളായി കാശില്ല. അതുകൊണ്ട് നിന്റെ ചുണ്ടത്തും കവിളത്തും 1000 ഉമ്മകൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുവെന്ന്. പിറ്റേ ആഴ്ച ബീബി ഒക്കെ ഒരു നീട്ടെടുത്ത് ഇങ്ങോട്ട് കത്ത് വായിച്ചിട്ടേ നമ്മളെ മരുഭൂമി ഒട്ടകം നിൽക്കത്തില്ലേ, ആ മാതിരി ഒട്ട നിപ്പാ മൂസാക്ക. എന്തു പറഞ്ഞാ മറുപടി? എന്റെ മൂസാക്കയ്ക്ക് നിങ്ങൾ അയച്ചെന്ന ഉമ്മകളെല്ലാം കിട്ടി. പെരുത്ത് സന്തോഷമായി. കാശ് കൊടുക്കാനുള്ള കടക്കാർ വന്നപ്പോൾ നിങ്ങൾ അയച്ചെന്ന ഉമ്മകൾ ഞാൻ വീതിച്ചു കൊടുത്തു. കണക്ക് ചുവടെ ചേർക്കുന്നു. പലചരക്കടക്കാരൻ കോയ 300 ഉമ്മ, പാൽക്കാരൻ നായർ 200 ഉമ്മ, മീൻകാരൻ പക്രു 150 ഉമ്മ. പിന്നെ അല്ലറ ചില്ലറ ഉമ്മകൾ വേറെ കൊടുത്തു. അതൊന്നും ഓർക്കണില്ല. പിന്നെ റേഷൻ കടക്കാരന് ഒരു 10 ഉമ്മ കൂടി കൊടുക്കണം. ഇക്ക അടുത്ത പ്രാവശ്യം ഉമ്മ അയക്കുമ്പോ കൂടുതലേക്കണേ എന്ന് സ്വന്തം പാത്തുമ്മ ഒപ്പൻ.
ശ്രീനാരായണപുരം മഹാവിഷ്ണു തമ്പുരാനെ കാത്തോളണേ. ഓ പുല്ല്, ഈ ഓട്ടയിലോട്ട് എങ്ങനെ ഇതൊന്ന് കേറ്റുന്നത്? ഈ തുന്നൽ സൂചി ഉണ്ടാക്കിയ കുമാർക്ക് ഇതിന്റെ തൊള ഇത്തിരി വലുതാക്കിയാലെന്താ? ഓ പിന്നെ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിനൊരു തീരുമാനം ഇന്നും ഉണ്ടാവണം കേട്ടോ. പറഞ്ഞേക്കാം, എന്നെ കൊണ്ടിട്ട് ബുദ്ധിമുട്ടിക്കല്ലോ കേട്ടോ. ആ അപ്പൊ നീ പറഞ്ഞാ കേക്കും. എന്നാലും ഈ തൊള കണ്ടുപിടിച്ചു വന്നാണ്. നോവിൻ കരതേനും ഇടനെഞ്ചുരുകുന്നു, തോരാമഴമേഘം വിങ്ങുന്നു. ആതിരത്താറും ചിരിമുല്ല കോർക്കും പൊൻതേരിൽ വന്നു പൊന്നണിയാനാ. ആഘോഷമേളം മലരിട്ടു മോഹം, പാട്ടിന്റെ കുളിരിൽ ചേർന്നു സ്നേഹം. കാണിക്കുന്നേ അല്ല മോളെ, ഒരു സന്തോഷം വന്നപ്പോ. ഓ, കള്ളു കുടിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാ. സന്തോഷം വന്നാ കുടിക്കും, സങ്കടം വന്നാ കുടിക്കും. എന്റെ അയ്യപ്പേട്ടനെ കണ്ടുപിടിക്ക്. ജീവിതത്തിൽ ഇന്ന് വരെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല. ഒരു ഇത്തിരി നേരത്തെ ലഹരി കിട്ടാനല്ലേ നിങ്ങളൊക്കെ ഈ മദ്യപിക്കുന്നത്? പക്ഷെ ഇദ്ദേഹത്തിന്റെ ലഹരി ഈ കുടുംബമാ, നമ്മുടെയൊക്കെ ജീവിതങ്ങളാ. സുമേ മതി.